ഒരുപക്ഷെ ഈ ജനസഞ്ചയം അവർക്ക് മുഴുവൻ ഒരു നോക്ക് കാണാനുള്ള അവസരം കൊടുത്തേ മതിയാകൂ. കാരണം തങ്ങളുടെ വീട്ടിലെ ആരോ നഷ്ടപ്പെട്ടു പോയ വിരഹവേദനയിൽ നിൽക്കുന്ന ഈ ദുഃഖാർത്തരായ ജനങ്ങൾക്ക് അവസാനമായിട്ട് ഒരു യാത്രാമൊഴി ചൊല്ലാൻ അവസരം കൊടുത്തേ മതിയാകും. അതുകൊണ്ട് തന്നെ 12 മണിക്ക് തന്നെ ഇത് സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. 11 മണി ഇപ്പോൾ 12 മണിയിലേക്ക് നീളുകയാണ്. 1 മണിക്കൂർ കൂടി കഴിയും. എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ 10,000 നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കഴിഞ്ഞു. കർണാടകത്തിൽ നിന്നുള്ള ആളുകൾ, അവിടുത്തെ കാർവാറിലെ പോലീസ് മേധാവിയും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ സതീഷ് കൃഷ്ണ സെയിൽ, അവിടുത്തെ MLA, കാർവാർ MLA അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ അർജുൻ്റെ സഹോദരിയും അതുപോലെ അർജുൻ്റെ ഭാര്യയും മകനും ഒക്കെ അവിടെയുണ്ട്. ഒരുപക്ഷെ ഈ അയാൻ എന്ന് പറയുന്ന കുട്ടി, അവനാണ് ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ കണ്ണീർ കണമായി മാറുന്നത്. കളിപ്പാട്ടങ്ങളുമായി മടങ്ങി വരുന്ന അച്ഛനെ കാത്തിരുന്ന കുട്ടിയാണ് അയാൻ്റെ മുന്നിൽ എന്തിനാണ് അവർ ഈ ചിതയൊരുക്കുന്നത്, അതൊന്നും മനസ്സിലാകാത്ത പ്രായത്തിൽ അവന് അച്ഛൻ നഷ്ടമാകുന്നു. എന്തായാലും ഒരുപക്ഷെ ഈ കുടുംബത്തിന് താങ്ങും തണലുമാകാൻ വലിയൊരു ജനസമൂഹം ബാക്കിയാകുന്നു എന്നുള്ളത് നമ്മളെ തന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഈ വീടിൻ്റെ ഓരം ചേർന്ന് ഈ ചിത ഒരുങ്ങുകയാണ് അർജുന് വേണ്ടി. KR ഗോപികൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന്. ഗോപികൃഷ്ണൻ പറയൂ. SKN, അർജുൻ്റെ ആശയും ആശ്വാസവും ആഹ്ലാദവുമായിരുന്ന ഈ വീടിനോട് തൊട്ട് ചേർന്നുള്ള ഇടത്താണ് ഇപ്പോൾ അർജുന് വേണ്ടിയുള്ള അന്ത്യവിശ്രമം ഒരുക്കുന്നത്. ഇവിടെ ഇപ്പോൾ അന്ത്യവിശ്രമത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ചിതയൊരുക്കുകയാണ്. ഈ ചിതയ്ക്ക് തീ കൊളുത്തുക, ഈ അന്ത്യകർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ സഹോദരൻ അഭിജിത്താണ് എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ SKN നേരത്തെ നിശ്ചയിച്ചിരുന്നത് 11 മണിവരെ ഈ പൊതുദർശനത്തിന് വെക്കാം, അതിന് കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ പ്രണാമം അർപ്പിക്കാൻ വേണ്ടി, അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന നീണ്ട നിര അത് കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പേർക്ക് കൂടി അർജുനെ അവസാനമായി ഒരു നോക്ക് കണ്ട് പ്രണാമം അർപ്പിക്കാൻ വേണ്ടിയുള്ള സൗകര്യം വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി നീണ്ടുപോകും ഈ പൊതുദർശനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ കൂടി അധിക സമയം പൊതുദർശനത്തിനായി വെക്കാം എന്നൊരു തീരുമാനം കുടുംബാംഗങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയം 11 മണിയാണെങ്കിൽ ഇപ്പോൾ അത് 12 മണി വരെ നീണ്ടുപോകും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയാവും. ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീടിനോട് ചേർന്നുള്ള അതിൻ്റെ ഓരത്താണ് ഇപ്പോൾ സംസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത്. ചിതയൊരുക്കുന്നത് ഇവിടെയാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ കുഴി വെട്ടി അവിടെ പിന്നെ മരത്തടികൾ വെച്ചുകൊണ്ട് അവിടെ ഒരു ചിത ഒരുങ്ങുകയാണ്. അർജുൻ്റെ അന്ത്യയാത്രയ്ക്ക് വേണ്ടി അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുക അർജുൻ്റെ സഹോദരൻ അഭിജിത്താണ്. ഐവർ മഠത്തിൽ നിന്ന് എത്തിയിട്ടുള്ളവരാണ്. ഹൈന്ദവ ആചാരപ്രകാരം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂർ കൂടി സമയം ഇപ്പോൾ പൊതുദർശനത്തിനായി നീട്ടിവെച്ചിരിക്കുന്നു. ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ, പ്രണാമം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ അവർ അർജുനെ സ്നേഹിക്കുന്നവരാണ്. അവർ അർജുനെ നേരിട്ടറിയാത്തവർ പോലും വാർത്തകളിലൂടെ അർജുൻ്റെ ഈ കുടുംബത്തിനേറ്റ ദുരന്തം എന്താണെന്ന് മനസ്സിലാക്കി അർജുനെ അവസാനമായി കണ്ട് പ്രണാമം അർപ്പിക്കാൻ എത്തുന്നവരുടെ ഒരു നീണ്ട നിര ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ മുൻ നിശ്ചയിക്കപ്പെട്ട സമയക്രമമൊക്കെ തെറ്റുകയാണ്. നിരവധി ആളുകൾ ഇപ്പോഴും പലയിടങ്ങളിൽ നിന്നും ഇവിടെ എത്തി അർജുനെ കണ്ട് പ്രണാമം അർപ്പിക്കാൻ വേണ്ടി എത്തുന്നു. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ അർജുൻ കൈവെള്ളയിൽ കൊണ്ടു നടന്ന കുടുംബത്തിലെ അംഗങ്ങൾ, അർജുൻ്റെ മാതാപിതാക്കൾ, അർജുൻ്റെ സഹോദരിമാരായ അഞ്ജുവും അഭിരാമിയും, സഹോദരൻ അഭിജിത്ത്, അർജുൻ്റെ 2 വയസ്സ് തികഞ്ഞ മകൻ അയാൻ, അർജുൻ്റെ ഭാര്യ, എല്ലാവരും ഈ വീട്ടിനകത്ത് ഇപ്പോൾ അർജുൻ്റെ ചേതനയേറ്റ മൃതശരീരം കൊണ്ടുവന്ന് അങ്ങേയറ്റം തീരാവേദനയിൽ അവർ നിൽക്കുകയാണ്. ഈ നോവ് എല്ലാ കാലത്തേക്കും ഉള്ള കുടുംബത്തിൻ്റെ നോവായി മാറിയിരിക്കുന്നു. എല്ലാ കാലത്തേക്കുമുള്ള നഷ്ടമായി അത് മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഇടത്ത് അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിതയൊരുങ്ങുകയാണ് അർജുൻ്റെ അന്ത്യയാത്രയ്ക്ക് വേണ്ടി. അവിടെ നാടിൻ്റെ മുഴുവൻ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, എല്ലാവരുടെയും പ്രണാമങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അർജുൻ്റെ ഈ മടക്കയാത്ര ഒരു സാധാരണക്കാരനായ അർജുന് നൽകുന്ന അനിതര സാധാരണമായ ഒരു യാത്രയയപ്പായി ഇവിടുത്തെ ഈ ദൃശ്യങ്ങൾ മാറുകയാണ്. SKN, നമുക്കറിയാം അർജുൻ ഒരു ആത്മാർത്ഥതയുടെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ പ്രതീകമായി ഈ നാട്ടുകാരുടെ മനസ്സിൽ എന്നും ഉണ്ടാകും. അർജുൻ കുടുംബക്കാർക്ക് വേണ്ടി എല്ലാ കാലത്തും കുടുംബത്തിന് വേണ്ടി നിന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ നാട്ടിൽ ഏത് ആവശ്യത്തിനും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിനവ് എന്നൊരു ഒരാൾ യൂട്യൂബിൽ എഴുതിയിരിക്കുകയാണ്, അർജുൻ മോനെ നിറകണ്ണുകളുടെ മാത്രമേ എനിക്കിത് കാണാൻ കഴിയുന്നുള്ളൂ. ആ പിഞ്ചു കുട്ടി ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. അവൻ്റെ അച്ഛനെ ഇങ്ങനെയല്ലല്ലോ കാണാൻ കാത്തിരുന്നത്.
അതുതന്നെയാണ് നമ്മുടെയും ചിന്ത. അവൻ്റെ ദൃശ്യം പെട്ടെന്ന് മിന്നി മറിഞ്ഞപ്പോൾ നമ്മളും സങ്കടപ്പെട്ടു. അവൻ കണ്ണീർ വാർക്കുകയാണ് ആ കുഞ്ഞ്. അയാനറിയില്ല മരണം എന്ന് പറയുന്നത് എത്ര വലിയ വിപത്താണെന്ന്. പക്ഷേ അവനറിയാം അവൻ്റെ അച്ഛൻ കളിപ്പാട്ടവുമായി വന്നിട്ടില്ല എന്ന്. അവരുടെ വീട്ടുകാരെപ്പോഴും പറയാറുണ്ടായിരുന്നു, അർജുൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നിനും പ്രയാസമില്ല, എല്ലാത്തിനും ആശ്വാസമായി അവനെത്തും. 30-ാം വയസ്സിൽ എല്ലാ പ്രാരാബ്ദങ്ങളും ഇറക്കി വെച്ച് അർജുൻ മണ്ണോട് ചേരാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ വീടും നാടും കണ്ണാടിക്കലെ ഭവനമൊക്കെ തന്നെ അത്രയേറെ വിരഹത്തിലും ദുഃഖത്തിലുമാണിപ്പോൾ. ഏറെ ആഗ്രഹിച്ച് ഈ 30 വയസ്സിനുള്ളിൽ പണിതീർത്ത ആ വീട്ടിൽ ഒരുപാട് കാലം താമസിക്കാനുള്ള ഭാഗ്യം അർജുനുണ്ടായില്ല എന്നുള്ള വേദന തീർച്ചയായിട്ടും ഈ വീട്ടുകാരിൽ ഉണ്ടാകും. ഈ താൻ ആഗ്രഹിച്ചു പണിത അതേ വീട്ടിൻ്റെ ഓരം ചേർന്ന് അന്ത്യവിശ്രമം കൊള്ളാനാണ് ഈ മനുഷ്യൻ്റെ ദൗർഭാഗ്യം എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയുന്നു. ഒരുപക്ഷെ അർജുൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ അടുത്ത കാലത്തെ വർത്തമാനകാല ചരിത്രത്തിൽ ഇടം നേടുകയാണ് ഈ ലോറി ഡ്രൈവർ. ഒന്നുമില്ലാത്തൊരു സാധാരണക്കാരൻ, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ലോറിയുടെ വളയം കയ്യിലെടുത്തൊരു ചെറുപ്പക്കാരൻ, അയാളെ സ്നേഹിക്കാൻ നൂറുകണക്കിന് ആളുകൾ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അർജുൻ്റെ ഭാര്യ, അർജുൻ്റെ കുഞ്ഞ്, അർജുൻ്റെ സഹോദരി, ഭർത്താവ്, അമ്മ, ഇവരെയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഒരുപക്ഷെ അണപൊട്ടി ഒഴുകുന്ന ദുഃഖം നെഞ്ചിൽ അമർത്തിക്കൊണ്ട് അവരവിടെ കാത്തിരിക്കുകയാണ്. ഈ ചിത അവിടെ ഒരുങ്ങുകയാണ്. നാളെ ഈ ചിത ഇവരുടെ ആത്മാവിൽ കത്തി ഉയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു. അതിവൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കാശ്മി ഇപ്പോൾ ഈ വീട് കടന്നു പോകുന്നത്. ഒരുപക്ഷെ ജീവിത പ്രാരാബ്ദങ്ങളിൽ നിന്ന് ചെറുതായി ഉയർന്നു പൊങ്ങാൻ കഴിഞ്ഞ ഈ വീട്ടിൽ ഇപ്പോൾ ദുഃഖം തളം കെട്ടി കിടക്കുന്നത് കൂടി നമ്മൾ കാണുന്നു. ആ സ്വപ്നങ്ങൾ അത്രയും എടുത്തുകൊണ്ട് പോയ കാഴ്ച നമ്മൾ കണ്ടു എസ്കൻ നാളുകൾക്ക് മുൻപ്. ഇപ്പോൾ അതാ ഒരു മോഹൻദാസ് എന്ന പ്രേക്ഷകൻ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നു, അർജുനെ ആഴങ്ങളിൽ ഒളിപ്പിച്ച ശിരൂരിലെ ഗംഗാവലി അറിയുന്നോ? കണ്ണീരിൻ്റെ ഒരു ഗംഗാവലി കണ്ണാടിക്കലും മലയാളക്കര ഒന്നാകിയും ഒഴുകുന്നുവെന്ന് വിട അർജുൻ. അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അസ്കൻ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ വീട്ടകങ്ങൾ, ടി വിക്ക് മുന്നിൽ കാണുന്നവർ, നേരിൽ കണ്ടവർ ഒക്കെയും ഹൃദയത്തിലൊരു തേങ്ങലോടുകൂടി അർജുൻ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട പുത്രൻ്റെ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ചേട്ടൻ്റെ അന്ത്യയാത്രാമൊഴിക്കായി അവർ ഹൃദയം വിതുമ്പി യാത്രയക്കുകയാണ്. നേരത്തെ എസ്കൻ പറഞ്ഞതുപോലെ ആ വലിയ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഉറുമ്പ് അരിമണി കൂട്ടി വെക്കുമ്പോൾ കൂട്ടി വെച്ച് അർജുൻ കെട്ടിയൊരു വീടാണ് എസ്കൻ. അവൻ തിരികെ വരുമ്പോൾ പെയിൻ്റ് അടിക്കാൻ വെച്ചിരുന്ന വീടാണ്, പുത്തൻ വീടാണ്. ആ വീടിനോട് ചേർന്ന് ആ ഒരുങ്ങുന്ന ചിത അത് വലിയ സങ്കടത്തിൻ്റെ ചിതയാണ്. വീട്ടുകാർക്ക്, വീടിന്, നാടിന്, കണ്ണാടിക്കലിന്, കേരളത്തിനൊന്നാകെ ഇപ്പോൾ ഒരുങ്ങുന്ന ചിത അത് വലിയ സങ്കടത്തിൻ്റെ ചിതയാണ്. ഒരു ഭാരത് ബെൻസ് ലോറിയിലാണ് ശിരൂരേക്ക് അർജുൻ പോയത്. ആ ഭാരത് ബെൻസ് ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കണ്ണാടിക്കലിലെ ഈ വീട്ടിലേക്ക്, അവൻ്റെ പുത്തൻ വീട്ടിലേക്ക് മടങ്ങേണ്ടിരുന്ന അർജുൻ പക്ഷേ വീട്ടിലെത്തി ചേതനേറ്റ ആംബുലൻസിലാണ് ആ യാത്രയും കൊടുക്കുക. എസ് കെ, നമ്മൾ ജിതിനെ സ്ക്രീനിൽ കാണുന്നുണ്ട്, സഹോദരി ഭർത്താവാണ്. നമ്മൾ മനാഫിന്റെ കാര്യവും ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ നമ്മുടെ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ ആളുകൾ അവിടെ ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു യോയോ എന്ന് പറയുന്നൊരു ഐ ഡി എന്ന് പറയുന്ന പാവമുണ്ട്. ആ കുട്ടിയെ ആരെങ്കിലും വാങ്ങി അതിനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കൂ, അത് അമ്മയെ വിളിച്ച് കരയുന്നുണ്ട് എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല ആ കുട്ടി കരയുന്നത് വിശപ്പ് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും നമ്മുടെ പ്രവർത്തകർ ആ കുഞ്ഞിനെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുക, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം ആ കുഞ്ഞിന് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. ഇതിലിപ്പോൾ കരയുന്നത് ഈ അച്ഛൻ കളിപ്പാട്ടവുമായി മടങ്ങി വരാത്തതിലുള്ള വേദനയാകാം. പക്ഷേ ഈ യോയോ എന്ന് പറയുന്ന ഐ ഡിയിലിരിക്കുന്ന ആളിന് അങ്ങനൊരു സംശയമുണ്ട്. ആ സംശയം നിവർത്തി നമ്മൾ ഉടൻ തന്നെ ആ സംശയം നിവർത്തി വരുത്തും. എന്തായാലും ഈ നാട്, കണ്ണാടിക്കൽ നാട് വിതുമ്പുകയാണ്. എന്നും പ്രാർത്ഥിച്ചിരുന്നു ജീവനോടെ തിരിച്ചു കിട്ടണമേ എന്ന്. പക്ഷേ ദൈവം തിരിച്ചു തന്നില്ല. ഗംഗാവലി പുഴ ആ ജീവൻ ഒടുക്കിക്കളഞ്ഞു. രൗദ്രഭാവം ഇടയ്ക്കിടെ പുണ്ടുവരുന്ന ഗംഗാവലിക്ക് ഇതൊന്നും പുതിയ ചരിത്രമല്ല. എത്രയോ പേർ അവിടെ മരിച്ചിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷഹദ്, ഈ സംസ്കാര ചടങ്ങുകൾ വളരെ വേഗത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 12 മണിക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതേപോലെ നമ്മുടെ പ്രവർത്തകരുടെ വീണ്ടും ഒരിക്കൽ കൂടി ആ കുഞ്ഞിൻ്റെ അടുത്ത്, അയാൻ്റെ അടുത്ത് നിങ്ങളൊന്ന് ചെല്ലുക. ഓക്കെ, മറ്റുള്ള ആരും ഇത് ഈ TV സംപ്രേഷണം അവിടെ നിൽക്കുന്ന ആളുകൾ ആരും കേൾക്കുന്നില്ല എന്നെനിക്കറിയാവുന്നതുകൊണ്ട് നമ്മുടെ ആളുകളുടെ മാത്രം അവരുടെ ചെവിയിൽ ഇന്നീറുള്ളത് കൊണ്ട് അവരവിടേക്ക് പോവുക, കുഞ്ഞിനോട് സംസാരിക്കുക.